ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ്. ഈ അവസാന സമയത്ത് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ യു ആർ അബ്സല്യൂട്ട്ലി ലക്കി. മുഴുവനായിട്ടും കാണുക, പരമാവധി വിദ്യാർത്ഥികളിലേക്ക് ഷെയർ ചെയ്യുക. ഈ പബ്ലിക് എക്സാം എന്ന് പറയുന്ന SSLC +1 +2 വലിയ ഒരു ആനകേറമല അല്ലെങ്കിൽ വലിയ എന്തോ ഒരു കൊടുമുടി സംഭവമാണ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മുന്നിലേക്ക് ഈ പരീക്ഷാ സമ്പ്രദായത്തെ അത് എത്രത്തോളം ഈസിയാണ് എന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കുന്ന തരത്തിൽ ഈ ഒരു വീഡിയോ അവതരിപ്പിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുക തന്നെ ചെയ്യും. ആദ്യം ഒന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് SSLC +1 +2 ഇത്രയധികം ടഫാണോ അല്ലെങ്കിൽ ടഫ് ആക്കുമോ? നമ്മൾ ഈ പറയുന്ന വലിയ തരത്തിലുള്ള ഹൈപ്പ് വെച്ച് പേടിയോടുകൂടി ആശങ്കയോടുകൂടി സമീപിക്കേണ്ട ഒന്നാണോ ഈ പരീക്ഷകൾ? ഒരിക്കലുമല്ല. കാരണം നമ്മുടെ സിസ്റ്റത്തിൽ തന്നെ ഏറ്റവും പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള പരീക്ഷകളാണ് ഈ 3 പരീക്ഷയും. അതിന് ഏറ്റവും വലിയൊരു കാര്യം പറയാം. നിങ്ങൾ ക്രിസ്മസ് പരീക്ഷ എഴുതി, നിങ്ങൾ ഓണ പരീക്ഷ എഴുതി, നിങ്ങൾ മോഡൽ പരീക്ഷ എഴുതി, ഇവിടെയെല്ലാം ടീച്ചർമാർ പറഞ്ഞു പഠിപ്പിച്ച അല്ലെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്ത അല്ലാതെ നിങ്ങൾ കേട്ടതിൽ 50%-ലധികം ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. ഇല്ല എന്ന് പറയാൻ പറ്റുമോ? നമ്മൾ 5 വിപ്ലവം SSLC സോഷ്യൽ സയൻസിൽ പഠിക്കുന്നു. അതിൽ 2 വിപ്ലവത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്താൽ അതിലേതെങ്കിലും ഒന്നാണ് ചോദിക്കുന്നത്. ക്യാരക്ടർ സ്കെച്ച് ഒരു 5 or 6 ഇമ്പോർട്ടൻറ്റ് കൊടുത്ത് ഇംഗ്ലീഷിൽ പഠിക്കുന്നു, അതിൽ നിന്ന് തന്നെയാണ് ഒന്ന് വരുന്നത്. അതുപോലെ നമ്മൾ പല ക്വസ്റ്റ്യനും ഇപ്പോൾ ഫിസിക്സിൽ തന്നെ പല ലോസും അതൊരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഒരുപാട് പാറ്റേണുകൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ സിലബസ് മാറി SSLC-കാർക്ക് എന്ന വസ്തുത അവിടെ നിർത്തിക്കഴിഞ്ഞാലും വളരെയധികം പ്രെഡിക്റ്റബിൾ ആണ്. അതായത് നിങ്ങൾ ഇനി കാണാൻ പോകുന്ന പബ്ലിക് എക്സാമിലെ ക്വസ്റ്റ്യൻ പേപ്പറുകളും 60%-ലധികം പ്രെഡിക്റ്റബിൾ തന്നെയായിരിക്കും. അതായത് വായുവിൽ നിന്നും ശൂന്യതയിൽ നിന്നും ആർക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ കഴിയില്ല. നിങ്ങളെ പഠിപ്പിച്ചത് എന്താണോ, നിങ്ങൾ പഠിച്ചത് എന്താണോ, ആ ടെക്സ്റ്റ് ബുക്കിനകത്ത് എന്താണോ ഉള്ളത് അതിൽ നിന്ന് മാത്രമേ ചോദിക്കുകയുള്ളൂ. അതാണ് പ്രെഡിക്റ്റബിലിറ്റി. അതുകൊണ്ട് തന്നെ അതാണ് ഈ പരീക്ഷകളെ ഇത്രയധികം സിമ്പിൾ ആക്കുന്നത്. നമ്മൾ വിചാരിക്കുന്ന പോലെ വലിയ ഒരു കോംപ്ലക്സ് ആക്കുന്നില്ല. ഇനി മറ്റൊരു കാര്യം, ഇതിന്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. എങ്ങനെ? മോഡൽ എക്സാം വഴി, SCRT-യുടെ സമഗ്ര വഴി, ഇനി DHSC-യുടെ സൈറ്റുകൾ വഴി, HSS റിപ്പോർട്ടർ വഴി. അപ്പോൾ അതിന്റെ തന്നെ മറ്റൊരു ലെവൽ ക്വസ്റ്റ്യൻസ്, അതായത് മുന്നിൽ വരാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ നിങ്ങൾക്ക് 100% അറിയാം. അവിടെ ക്വസ്റ്റ്യൻസ് മാത്രമേ ചെറിയ രീതിയിൽ മാറുന്നുള്ളൂ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മോഡൽ എക്സാമിന്റെ പേപ്പർ സാധാരണ എല്ലാ വർഷവും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നമ്മുടെ സിനാരിയോയും വെച്ച് നോക്കുമ്പോൾ സാധാരണ ഒന്ന് ടഫായിരിക്കും. ഈ മോഡൽ എക്സാം ക്വസ്റ്റ്യനിൽ വലിയ മാർക്ക് കിട്ടിയില്ല, അതുകൊണ്ട് ഇത്രയൊക്കെയോ ഫൈനൽ എക്സാമിനും കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ചിരിക്കുകയാണെങ്കിൽ അതിന്റെ ആവശ്യമില്ല. സാധാരണ മോഡൽ എക്സാമിനെക്കാളും കുറച്ചുകൂടി ഈസി ആക്കിയിട്ട് പൊതുവെ മോഡൽ എക്സാമിന് ഭയങ്കരമായിട്ട് ഈസി ആക്കി കഴിഞ്ഞാൽ പിള്ളേരാരും പഠിക്കില്ല എന്ന് ഈ പേപ്പർ ഇടുന്നവർക്ക് തന്നെ അറിയാം. സോ അത്തരത്തിലുള്ള ടെൻഷൻ വേണ്ട. ഇനി മോഡൽ എക്സാം പേപ്പർ ആരാണ് നോക്കി തരുന്നത്? നിങ്ങളുടെ സ്വന്തം അധ്യാപകരാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും പഠന നിലവാരം അറിയുന്നത് നിങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സാണ്. അവർ നന്നായിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് നോക്കൂ. സ്ട്രിക്റ്റ് ആയിട്ട് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മാക്സിമം മാർക്ക് പിടിച്ചേ അവർ നോക്കുള്ളൂ. അതുകൊണ്ട് മോഡൽ എക്സാമിന് വളരെയധികം മാർക്ക് കുറവാണ്, ഫൈനൽ എക്സാമിനും ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നൊരു ചിന്തയുടെയും ആവശ്യമില്ല. ഇനി വാല്യുവേഷൻ ക്യാമ്പിന്റെ അവസ്ഥ എന്താണ്? വാല്യുവേഷൻ ക്യാമ്പിന്റെ അവസ്ഥ എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു മാർക്ക് വെച്ച് എല്ലാവരെയും, അതായത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ മാത്രം വെച്ച് പല ടീച്ചർമാരും നോക്കുന്ന ഒരു ക്യാമ്പ്. അവിടെ തന്നെ ഓരോ ക്വസ്റ്റ്യൻ നോക്കുന്നതിനും, അതായത് ഒരു എക്സാം കംപ്ലീറ്റ്ലി ടഫായി കഴിഞ്ഞാൽ, മാത്സ് പോലൊരു എക്സാം കംപ്ലീറ്റ്ലി ടഫായി കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശം വാല്യുവേഷൻ ക്യാമ്പുകളിൽ പോകും. ആ ഒരു പരീക്ഷയുടെ പേപ്പർ നോക്കുമ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ഇളവ് കൊടുക്കണമെന്ന് അത് എന്തായാലും കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നടപ്പാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ മാർക്ക് കുറയ്ക്കാൻ വേണ്ടി ഒരുപാട് പേര് കൂട്ടിയിരുന്ന് സൂക്ഷ്മ പരിശോധന നടത്തുന്ന ഒരു ക്യാമ്പല്ല വാല്യുവേഷൻ ക്യാമ്പ്. മറിച്ച് നിങ്ങൾക്ക് അർഹതപ്പെട്ട മാർക്ക് നിങ്ങൾക്ക് ഉറപ്പ് വരുത്താനുള്ള സമ്പ്രദായമാണ് അവിടെ നടപ്പാക്കുന്നത്. ഈ രീതിയിലെല്ലാം നോക്കിക്കഴിഞ്ഞാൽ പ്രെഡിക്റ്റബിലിറ്റി, മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പാറ്റേൺ ഓൾറെഡി അവൈലബിൾ, വാല്യുവേഷൻ ക്യാമ്പിന്റെ സ്വീകാര്യതയും വിദ്യാർത്ഥി സൗഹൃദപരമായിട്ടുള്ള ചുറ്റുപാടുകളും എല്ലാം കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ ഈ പബ്ലിക് എക്സാം എന്ന് പറയുന്നത് ഇത്ര വലിയ ഹൈപ്പുള്ള അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്ന ഒന്നല്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിൽ നിന്ന് തന്നെ വീണ്ടും ചോദിക്കുന്ന തരത്തിലുള്ള ഒരു സമ്പ്രദായമാണ്. സോ പരമാവധി പേരിലേക്ക് ഷെയർ ചെയ്ത് ടെൻഷൻ കുറച്ചുകൊണ്ട് ഇനി വരാൻ പോകുന്ന എക്സാമുകൾ വളരെ ഫോക്കസ്ഡ് ആയിട്ട് വളരെ ഇമ്പ്രൂവ്മെന്റോടുകൂടി പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക. സമയം നന്നായിട്ട് വിനിയോഗിക്കുക. എല്ലാം എഴുതിയെന്ന് ഉറപ്പുവരുത്തുക. ചെറിയ ചില പൊടിക്കൈകളൊക്കെ അപ്ലൈ ചെയ്തുകൊണ്ട് ലഭിക്കാവുന്ന മാർക്കിനെ ഒന്ന് മുകളിലേക്ക് കൊണ്ടുവന്നാൽ നിങ്ങൾ വിജയിച്ചു ഗൈസ്. എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.